പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ ദിവസത്തിൽ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ ദിവസം ആരംഭിക്കാം. കർത്താവിന്റെ വലിയ കൃപകളെ ആസ്വദിച്ച് സ്തോത്രവനെ സാക്ഷീകരിക്കുന്ന കുഞ്ഞുങ്ങളായി നമുക്ക് തീരാം. സ്തോത്രം. നാം ക്രിസ്തുവിന്റെ ജീവനാൽ നിറയപ്പെട്ടവരാണ് എന്ന് ഓർപ്പിക്കുന്ന ഒരു വചനഭാഗത്തെ ഒന്ന് വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 10-ാമത് വാക്യമാണ്. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. കർത്താവായ യേശു ക്രിസ്തു നമ്മളിൽ ഉണ്ടെങ്കിൽ എന്നാണ് പറഞ്ഞത്. ഈ ശരീരം എന്തായിരുന്നാലും മരിക്കും. മരണത്തെ ആരെങ്കിലും ഭയക്കുന്നുണ്ടെങ്കിൽ സ്തോത്രം, ഇന്ന് ഭയം ദൂരെ കളയണം. ഈ ശരീരത്തിന് ഒരു പരിധിയുണ്ട്, ഈ ഷർട്ടിന് ഒരു പരിമിതിയുണ്ട്. ഇത് 2 ദിവസത്തെ അല്ലെങ്കിൽ 3 ദിവസത്തേക്കുള്ളിൽ ഇടാൻ പറ്റത്തില്ല. ഇത് ഊരിക്കളഞ്ഞേ പറ്റത്തുള്ളൂ. ഇത് മുഷിഞ്ഞ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇത് കീറിപ്പോയാൽ അത് കളഞ്ഞേ പറ്റുള്ളൂ. പക്ഷേ എന്നാൽ സ്തോത്രം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജഡശരീരവും നമുക്കതിനൊരു എക്സ്പയർ ചെയ്യുവാൻ ഒരു ടൈം വെച്ചിട്ടുണ്ട്. സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം, അത് നമ്മൾ അതിനെ വിട്ടുപോയേ പറ്റുള്ളൂ. അതുകൊണ്ട് ശരീരത്തെ പരിപോഷിപ്പിക്കുന്നവർ ഒരു കാര്യത്തിൽ ഉത്തമ ബോധ്യമുള്ളവരായിരിക്കണം. ഇത് താൽക്കാലികമാണ്. സ്തോത്രം. ഇതിനൊരു ലിമിറ്റഡ് പീരീഡ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഞാൻ ഈ കൂടാരം വിട്ടൊഴിഞ്ഞു പോകേണ്ടതാണെന്ന്. പക്ഷേ എന്നാൽ ഇന്ന് പകൽ എനിക്കൊരു അധികാരത്തോടെ നിങ്ങളെ ഓർപ്പിക്കുവാൻ കഴിയുന്ന യേശുവിനെ കർത്താവായി സ്വീകരിച്ചിരിക്കുന്ന ഒരു ദൈവ വൈതലിന്റെ ജീവിതത്തിൽ സ്തോത്രം, ആത്മാവിന് മരണമില്ല, നീതി നിമിത്തം അത് ജീവിക്കും. അപ്പം നിങ്ങളിൽ ഒരു ശരീരം മരണത്തിനടിമപ്പെട്ട ഒരു ശരീരവും അതിനകത്ത് നീതിയിൽ ജീവിക്കുന്ന ഒരു ആത്മാവുമുള്ള വ്യക്തിയാണ് ഞാനും നിങ്ങളും എന്ന് വിചാരിക്കണം. ഒരു സൈഡിൽ ജഡം മരണത്തിന് കീഴ്പ്പെടേണ്ടതാണെന്നും എന്നാൽ അതിനേക്കാൾ വിലയേറിയ അകത്തെ ആത്മാവ് ജീവനായി നിലനിൽക്കുന്നതാണെന്നും വെക്കണം. അപ്പം നീതീകരിക്കപ്പെട്ട ദൈവവൈതലിന്റെ ആത്മാവ് ജീവനുള്ളതും ജഡം മരണത്തെ പുൽകുന്നതുമായിരിക്കും. സ്തോത്രം. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട എൻ്റെ ഉള്ളിൽ ജീവൻ നിലനിൽക്കുന്ന ഒരു ആത്മാവ് വാസം ചെയ്യുന്നുണ്ട്. പലർക്കും അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. പലരും ജഡത്തിൽ ആശ്രയിച്ച് ജഡത്തിൽ ജീവിക്കുന്നത് കൊണ്ട്, ആ ജഡത്തിൽ അവർ ആശ്രയിച്ചിരിക്കുന്നതുകൊണ്ട് അവർക്ക് നിരാശയുണ്ടാകുന്നു, പ്രതീക്ഷ നഷ്ടപ്പെടുന്നു, അവർ ഭയം ഉണ്ടാകുന്നു, അവർ കരയുന്നു, അവർ വഴക്കുണ്ടാക്കുന്നു. സ്തോത്രം. അവർ പരിഭ്രമിക്കുകയൊക്കെ ചെയ്യുന്നു. രോഗം വരുമ്പോൾ പരിഭ്രമം. സ്തോത്രം. സമ്പത്ത് തകരുമ്പോൾ പരിഭ്രമം. സ്തോത്രം. ബന്ധങ്ങൾ ഉടയുമ്പോൾ അവർ വികലരാകുന്നു. സ്തോത്രം. പല നിലയിൽ മനുഷ്യൻ സ്തോത്രം അസഹിഷ്ണുതയുടെ, അസ്വസ്ഥതയുടെ, ഭയത്തിൻ്റെയൊക്കെ അടിമത്വങ്ങളിലേക്ക് പോകുന്നുണ്ട്. സ്തോത്രം. എന്നാൽ ഒരു കാര്യം, ഒരു ദൈവ വൈതലിനെ സംബന്ധിച്ചിടത്തോളം ധൈര്യത്തോടെ ശരീരത്തൊരു രോഗം വരുമ്പോൾ നല്ല പ്രത്യാശയോടെ ഉറച്ചു വിശ്വസിക്കാൻ കഴിയും. കാരണം രോഗം ശരീരത്തെ ബാധിച്ച് എൻ്റെ ആത്മാവിനൊരു രോഗവുമില്ല. എപ്പോൾ മരിച്ചാലും എനിക്ക് വിഷയമില്ല. ജീവനായി പരിണമിക്കുന്ന എൻ്റെ ആത്മാവ് നിത്യതയ്ക്ക് വേണ്ടി കാംക്ഷിച്ച് കാത്തിരിക്കുക, പിതാവിനോടൊപ്പം ചേരുവാൻ കാത്തിരിക്കുന്ന ഒരു ആത്മാവിനെ ക്യാരി ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ എന്നുള്ള ഉത്തമ ബോധ്യം നമ്മളിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളോട് എനിക്ക് ഉറപ്പ് തരുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ആത്മാവ് സ്തോത്രം ശരീരം മരിക്കേണ്ടതാണെങ്കിലും ആത്മാവ് സ്തോത്രം നീതി നിമിത്തം ജീവനാകുന്നു. അപ്പൊ ജീവനെ വഹിക്കുന്നവരാണ് എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും. ജീവനെ കാരി ചെയ്യുന്നവരാണ്. സ്തോത്രം. ഒരു കാലഘട്ടം വരെ കർത്താവിനെ അറിയാഞ്ഞൊരു കാലഘട്ടം വരെ മരണത്തിനെ പേറി നടന്നിരുന്നവരാണ് നാം. പക്ഷേ മരണത്തിന്റെ പാർശ്വങ്ങൾ നമ്മളിൽ നഴിച്ച് ജീവനെ നമ്മളിലേക്ക് ക്രിസ്തുവിലൂടെ പകരപ്പെട്ടു. ക്രിസ്തുവിന്റെ ആത്മാവിനാൽ ജീവന്റെ പുതുക്കത്തിൽ നടക്കപ്പെടുന്നവരാണ് നാം. ഇനിയിപ്പോൾ നമ്മൾ നടക്കുന്നത് സ്വതന്ത്രം ചത്തവരെ പോലെയല്ല, ജീവനോടിരിക്കുന്നവരെ പോലെ. അതുകൊണ്ടാണ് പറയുന്നത് സ്വതന്ത്രം നമ്മൾ ജീവനുള്ളവരുടെ ദേശത്ത് സ്വതന്ത്രം ദൈവത്തിന്റെ നന്മയെ കാണും എന്ന് വിശ്വസിക്കുന്നില്ല എങ്കിൽ അയ്യോ കഷ്ടം എന്ന് പറയുന്നത്. ജീവനുള്ളവരുടെ ദേശം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം മരണമില്ലാത്ത ദേശമാണ്. അതെന്ന് പറഞ്ഞാൽ നിത്യതയാണ്. സ്വതന്ത്രം. ആ നിത്യതയിൽ പ്രാപിക്കപ്പെട്ടവർ നന്മ കാണുകയില്ല എന്ന് വിശ്വസിക്കുന്നെങ്കിൽ അയ്യോ കഷ്ടമെന്ന തിരുവചനം പറയുന്നത്. അപ്പം നിങ്ങൾ ഇനിയും സ്വതന്ത്രം മരണമുഖങ്ങളെ ഓർത്ത് ഭാരപ്പെടേണ്ടവരല്ല. നിങ്ങൾ ജീവനിൽ വ്യാപരിക്കുന്നവരാ, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിക്കപ്പെട്ടവരാ. ഇനി നിങ്ങൾ ജീവനുള്ളവരുടെ ദേശത്താണ് വാസം ചെയ്യുന്നത്. കർത്താവായി യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ട് മരിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗതലങ്ങളിൽ ഇരുത്തപ്പെട്ട ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ് ഞാനും നിങ്ങളുമെന്ന് ഓർക്കണം. ആകയാൽ സ്വതം അവന്റെ നന്മയെ നാം കാണാതിരിക്കുമോ? സ്വതം. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാം. ജീവന്റെ നിറവിൽ നടക്കുന്ന നിങ്ങൾ ദൈവത്തിന്റെ നന്മയെ കാണുകയും പ്രാപിക്കുകയും ചെയ്യുന്നവരായി അനുദിനം മുന്നോട്ട് പോകും. അല്പകാല ഭൂജീവിതവും ശ്രേഷ്ഠതയുള്ളതും ജയോത്സവമായി കർത്താവ് തീർക്കുകയും ചെയ്യുമെന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ മഹത്വം നമ്മളോട് കൂടെ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആത്മാവ് നിമിത്തം, നീതി നിമിത്തം ആത്മാവ് ജീവനായി തീർന്ന പ്രിയപ്പെട്ടവരാണല്ലോ എന്നോടൊപ്പമായിരിക്കുന്നത്. ജഡം വിട്ടൊഴിഞ്ഞു പോകേണ്ട ജഡമാണ്. അതിനെ ഓർത്ത് ദുഃഖിക്കുകയും ഭാരപ്പെടുകയും വേണ്ട. സ്തോത്രം. ദൈവത്തിന് മഹത്വം. കർത്താവ് നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
ഈ പ്രഭാതം സ്തോത്രം ഉറപ്പും ധൈര്യവുമുള്ളവരായി കർത്താവിന് മുഖത്തേക്ക് പോകാം. പിതാവേ, ഞങ്ങൾ തിരുസലിലേക്ക് അടുത്ത് വരിക. അങ്ങയുടെ ശ്രേഷ്ഠത ഞങ്ങളുടെ ജീവിതത്തിൽ നിറയട്ടെ. ക്രൂശിൽ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി മരണത്തെ നീക്കിയതിനായി സ്തോത്രം. ശാപത്തിന്റെ കെട്ടുകളെ അഴിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ ആത്മാവ് സംബന്ധമായി കർത്താവെ നാശത്തിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുത്ത ദയയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ജീവനായി ഞങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവിൽ ഞങ്ങളിൽ ആത്മാവിൽ ജീവനായി നിലനിർത്തിയ ദൈവത്തിന്റെ മഹാത്മ്യത്തിനായി സ്തോത്രം പറയുന്നു. തൃക്കരങ്ങളിലെതിരെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരുടെ എല്ലാം ജീവിതത്തിൽ കർത്താവെ ജീവനുള്ള അവരുടെ ദേശത്താണല്ലോ അവർ വസിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ കർത്താവെ ദൈവത്തിന്റെ നന്മകളെ കാണുവാൻ ഇടയാകട്ടെ. ഈ ഭൂവിയിലെ വാസം കർത്താവെ ഈ ജഡമൊഴിഞ്ഞു പോകുന്നിടത്തോളം കാലം ഈ ഭൂവിയിലായിരിക്കുമ്പോൾ ദൈവമഹാത്മ്യം കണ്ട മഹത്വം കണ്ട സാക്ഷികളായി മഹിമ കണ്ട സാക്ഷികളായി ജീവിപ്പാൻ ഇടയാകട്ടെ. ദൈവമഹത്വം ഞങ്ങളിൽ നിറയട്ടെ. അത്ഭുതങ്ങളിലൂടെ നടത്തട്ടെ. കെട്ടുകളെ പൊട്ടപ്പെട്ടവരായി അഴിയപ്പെട്ടവരായി സ്വാതന്ത്ര്യത്തോടെ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ. എന്നെ കാണുന്ന പ്രിയമുള്ളവരുടെ ദുഃഖങ്ങൾക്ക് വിരാമം കുറിക്കുന്നു. അവരുടെ സങ്കടങ്ങളെ നീക്കുന്നു. അവരുടെ ഭാരങ്ങളെ ഞാൻ യേശുവിന്റെ കരങ്ങളിൽ കൊടുക്കുന്നു. അവർക്ക് ആശ്വാസത്തെ പകരുന്നു. സമാധാനമില്ലാത്തവർക്ക് സമാധാനത്തിന്റെ ആത്മാവിനെ നൽകുന്ന കർത്താവെ, ഉള്ളംകരങ്ങളിലേക്ക് ഓരോ പ്രിയപ്പെട്ടവരെയും ചേർത്ത് സമർപ്പിക്കുക. വലിയ സന്തോഷം ക്രിസ്തുവിൽ ഞങ്ങൾക്ക് പ്രാപിപ്പാൻ കർത്താവ് കൃപ നൽകണമേ. ഈ വർഷം കർത്താവ് ഞങ്ങളുടെ വാഗ്ദത്ത വചനം പോലെ കർത്താവെ നന്മ കൊണ്ട് ഞങ്ങളുടെ സംവത്സരങ്ങൾ അലങ്കരിക്കപ്പെടുകയും ഞങ്ങളുടെ കർത്താവെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നതേയുമായി തീരുമല്ലോ. ഞങ്ങൾ ജീവനാൽ നടക്കുന്നവരാണല്ലോ, ജീവന്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവരാണല്ലോ. ഞങ്ങളുടെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നതായി തീരട്ടെ. ഉള്ളംകരങ്ങളിൽ നൽകി ഓരോരുത്തരെയും അനുഗ്രഹിക്കും. പ്രഭാതം ആവശ്യഭാരത്തോടെ കാണുന്നവരെ ഞാൻ പിതാവിന്റെ കരങ്ങളിൽ നൽകി അനുഗ്രഹിക്കുന്നു. അവർ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം തുടച്ചു നിൽക്കുന്നു. കൃപയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ഏവരെയും ഐശ്വര്യം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ലവ് യു ഡിയർ ഓൾ. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു.